രണ്ടാമത്തെ അഹ്ലുബൈത്തി, എന്റെ അഹ്ലുബൈത്ത്, എന്റെ കുടുംബത്തെ നിലത്താണ് നിങ്ങൾ വിട്ടുകൊണ്ട്, അതുകൊണ്ട് അങ്ങനെ കാര്യത്തിലും നിങ്ങൾ ജാഗ്രത പാലിക്കണമുണ്ടോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേറെ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി അഹ്ലുബൈത്തി കസഫീനത്തി നൂഹ്, എന്റെ അഹ്ലുബൈത്ത് ചെന്നെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിന്റെ പ്രത്യേക അല്ലാഹുവിന്റെ റസൂലുള്ളാഹി അതുക്ക് ഭക്തികളെല്ലാം രക്ഷപ്പെട്ട, அதுக்கு பத்தாத்துங்கள சோற்றாரு, அது புறலேற்றிக்கிறது என்ற அகல் வைத்து, அதுக்கு அகல் வைத்து ஆறு ஆதரிச்சாரு, ஆறு பகுமானிச்சாரு. அங்க மாத்திர ரட்ச அல்லாத்துக்கு ரட்சப்படணும் சாத்தியம் இல்லை என்று ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ളൂ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ സമസ്തയുടെ ദീർഘകാലത്തെ ജനറൽ സെക്രട്ടറിയായിട്ട് ഈ ഇസ്ലാമിന് വേണ്ടിയിട്ട് സമസ്തയുടെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോരാടിയ ആളായിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ. അയാൾ പട്ടിക്കാട് കോളേജിൽ ഇരിക്കുമ്പോൾ അവിടെ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് പിൽക്കാലത്ത് സമസ്തയുടെ വൈസ് പ്രസിഡന്റും കേരള മുസ്ലിംകളുടെ അഭിമാന്യ നേതാവായ ബഹുമാനപ്പെട്ട പാണക്കാട് ഇതറി ശിഹാബ് തങ്ങൾ. അയാൾ പട്ടിക്കാട് കോളേജിൽ പഠിച്ചു. ഉസ്താദ് ശംസുൽ ഉലമാ ചക്ക ഉസ്താദുമാരുള്ള ഇന്ന് നമ്മുടെ പള്ളിയിലും ലോകത്തിൽ എത്ര 10,000-ലേറെ ജാഗിലും മജ്‌ലിസുകളുണ്ട് നടത്തിലേക്ക് അതിനൊരു കൂലി ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കബറിലെത്തു. കാരണം ആ മജ്‌ലിസുകൾ സ്ഥാപനാക്കിയ അയാളായിട്ട്, അയാളെ ഇജാസത്ത് പ്രകാരമായിട്ടാക്കി. ആ ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അസറിന്റെ ടൈമിൽ കുളിച്ചിട്ടിങ്ങനെ പർവ്വത്തുകൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ആ മനസ്സിലെ ആ ബഹുമാനപ്പെട്ട തങ്ങളെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുള്ളൂ. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ കൊണ്ടു. ആ ശംസുൽ ഉലമാ ചെന്നിട്ട് ഇതൊരു ചെറിയ കേരളത്തെ ആലിമുള്ള അറബികൾ പോലും അറബി യുഎഇകൾക്ക് ടൂർ പോയ ടൈമുള്ളൂ, യുഎഇകൾ ആവശ്യത്തിന് വേണ്ടി പോയ ടൈമുള്ളൂ. അവിടെ അറബികളുടെ മുമ്പുള്ള അറബികൾ പ്രസംഗിച്ചപ്പോ അറബികൾ പോലും ഞെട്ടിപ്പോയാണ്. കാരണം അവിടെ അറബികൾ പറഞ്ഞവരെ കാട്ടറബി ആയിരിക്കണം, തലക്ക് പറഞ്ഞ കാട്ടറബി. ഇപ്പൊ ഇംഗ്ലീഷ് ഉണ്ടല്ലേ, ഇംഗ്ലീഷ് എന്ത് വേണം തലക്കമരുത് മോഡൽ ഇംഗ്ലീഷ് ആയിരിക്കണം, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കും. തലക്കമരുത് വേറെ എന്ത് വേണം. പക്ഷേ ആ യുഎഇൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ കറക്റ്റ് യഥാർത്ഥ അറബിയിൽ ആ പ്രസംഗം നടത്തുമ്പോൾ ആ കുടുംബത്തുമ്പോൾ അവിടെ അറബികൾ പോലും ചൊന്നാറ് ഇത് കേരളത്തിൽ ആലിമല്ല, ഇത് ആലിമുൽ ആലം, ഇത് ലോകത്തെ ആലിം കൊണ്ട് പേര് വെച്ച് യുഎഇയുടെ അറബികളായിട്ട് നിങ്ങൾ അത്ര വലിയ സ്ഥാനമില്ല, മഹത്വമില്ല ആളായിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ. അയാൾ വിളിച്ചിട്ട് സാബുനാ പറഞ്ഞു തന്നെ കേട്ടു. ശൈഖുനാ ശംസുൽ ഉലമാ ചൊന്നു, നമുക്ക് അതല്ല വേണായ, നിങ്ങ മേലുവിട്ട് സാബുനായിട്ട് നമുക്ക് വേണായ. കാരണം ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോരയായിരിക്കും. ആ ചോരന് ആ ശരീരത്തിൽ തട്ടിയ സാബുനായിട്ട് നമുക്ക് വേണ്ട, വേറെ സാബുന് വേണ്ട. അങ്ങനെ ബഹുമാൻ എന്തുകൊണ്ട് സാബുൻ എടുത്ത് ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഹ്ലു ബൈത്ത് ചൊന്നിട്ടും അയാളുടെ ശരീരത്തില് തട്ടിയ സാബുൻ എടുത്തിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉസ്താദായ ലോക പണ്ഡിതൻ കുളിച്ചിട്ടുണ്ടെങ്കിൽ ആ തങ്ങളുടെ കാട്ടുള്ള അതൊരു മര്യാദയും ബഹുമാനത്തിലാണ് നദികളെ കൊണ്ട് സൂര്യത്തോട് കുളിച്ചിട്ട് അത്ര ബഹുമാനങ്ങള തന്നമാരോട് ഏത് വിഭാഗത്തിൽ വേണമെങ്കിൽ വരട്ടെ. അത് തന്നമാണ് അല്ലാഹുവിന്റെ റസൂൽ ജ്വാലയെങ്കിൽ അവരെ ബഹുമാനിക്കൽ ആദ്യത്തെ കടമനം കൊണ്ടുവന്നു. പരിശുദ്ധമാണ് ഇസ്ലാമിന്റെ വഴിപാട്. ആ തങ്ങന്മാരെ ബഹുമാനിക്കൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ തങ്ങന്മാർ പ്രസിദ്ധരായിട്ട് സാന്നിധ്യത്തിന്റെ ബഹുമാനപ്പെട്ട പാണക്കാട് വിഷയാർത്ഥങ്ങൾ അയാളെ ബർക്കത്തുകൊണ്ടുള്ള നമ്മളെല്ലാം ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. അത് തങ്ങന്മാരെ ബഹുമാനിക്കും. ഞാൻ ചൊല്ലുന്നത് തങ്ങളിൽ പെട്ട ഏറ്റവും വലിയ അഹ്ലു ബൈത്തായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ കൊല്ലിയ കർബല മുഹറം 10 ആയതുകൊണ്ടുണ്ടോ ഇന്ന് ലോകത്തെ ഇറാഖിലും ഇറാനിലും അതുപോലെ മുംബൈയിലും ഇന്ത്യത്തെ പല ജാഗിലും ഒരു കൂട്ടം ആൾമാർക്ക് ദുഃഖാചരണ ചൊല്ലുണ്ടാക്കാറുണ്ട്. ദുഃഖാചരണ കാരണം ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊല്ലിയ നാളായിട്ട് അത്യുകൊണ്ട നാളായിട്ട് അതുകൊണ്ട് നല്ല ദുഃഖാചരണ ഇത് ഇസ്ലാമിൽ ചൊല്ലിട്ടു. ഒരു കൂട്ടം ആൾമാരിങ്ങനെ ദുഃഖാചരണ ഇസ്ലാമിൽ ദുഃഖാചാരണ ചൊല്ലിയത് വെറും 3 നാൾ മാത്രം. 3 നാളാക്കിയാണ് ഒരു ദുഃഖാചരണം ഇസ്ലാമില്ല. പക്ഷെ ഒരാൾ കൊണ്ടു ഒരാളല്ലാണ്ട് ലോകത്തിന്റെ ഏത് മനുഷ്യന്മാരുടെ ദുഃഖാചരണ സാധാരണ കണ്ണുനോക്ക് കൊണ്ടുവന്നത് 3 നാൾ ദുഃഖാചരണം ആക്കുമ്പോഴേക്കും ഒരാൾ മരിച്ചെങ്കിൽ 3 നാൾ
മൂന്നാലാണ്ട് യാറെ ദുഃഖാച്ചാണ് ഇസ്ലാമിൽ നിന്നിട്ട് ഒരേ ആൾക്ക് അത് ആർക്ക് ചൊല്ലിട്ട് ഒരു മാത്രമേ പഠിച്ചൊരു പെണ്ണേക്ക് മാത്രം ആ പെണ്ണുകാരുടെ 4 തിങ്കളും 10 നാള് ഇത് പരിശുദ്ധ ഖുർആന്റെ നസ്സായിട്ടിക്കിട് 4 തിങ്കൾ യാറ് പണിക്ക് 4 തിങ്കളും 10 അതിന് മുന്നോട്ട് മറുപടിയാണെങ്കിൽ ഒത്തിരി വിഷയക്കാര യാറ് പണിക്ക് ഒരേ ആൾക്കൊരു ഓപ്ഷനല്ലേ അത് 4 തിങ്കളും 10 നാൾ മാത്രം അല്ലാതെ ലോകത്തെ ഒരാൾക്ക് പോലും ദുഃഖാചാരണ കൊണ്ട് 3 യാറ് നാള് ദുഃഖാചരണ ഇല്ലാണ്ട് പരിശുദ്ധമായ ഇസ്ലാം ചൊല്ലുമ്പോഴത്തോ ഇന്ന് എത്ര വർഷത്തെ 1300 ചില്ല വർഷം കഴിഞ്ഞിട്ടും ഇന്നും നമ്മളെ മുസ്ലിം സമുദായത്തിൽ മറ്റേ കുറെ ആൾക്കാർ ദുഃഖാചാരണ ചൊല്ലുമ്പോ അന്നത്തെ നാൾ എന്തെല്ലാം ഇസ്ലാമിക വിരുദ്ധമായ ചില കാര്യങ്ങൾ സ്വന്തം ശരീരത്തിൽ കത്തി കൊണ്ടിട്ട് കൊത്തിട്ട് ശരീരത്തെ ആക്രമിക്കാറാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ചൊല്ലു ബഗ്ദാദ് പട്ടണത്തിലും ബഗ്ദാദ് തെരുവിൽ വെച്ചിട്ട് മുഹറം 10 ചില ആൾക്കാർ മണ്ണെ ഭാര്യത്തിന് ശരീരത്തിൽ കിട്ടാറ് റോഡ് ബന്ധാക്കുകാറ് അതേപോലെ വലിയ വലിയ പല്ലില് സ്ഥാപനം ചെയ്തൊരു കർത്തെ കൊടിയിടാങ്ങനെ കേട്ടുകാറ് ഇതുക്കും ഇസ്ലാമുക്കും യാതൊരു ബന്ധമില്ല തണ്ണി പോലും ചില ആൾ കേട്ട് കൊടുക്കില്ല കാരണം വിശുദ്ധ തണ്ണി കൊടുത്തില്ലാത്തതുകൊണ്ട് അന്നത്തെ നാളെ ചില ആൾ തണ്ണിയും കൊടുക്കില്ല സ്വന്തം ശരീരത്തെ ആക്രമിക്കാറ് ഇതേപോലെ ഇസ്ലാമിക എതിരായ ചമ്മ പ്രവർത്തനമാക്കാറ് ഇതുക്കും ഇസ്ലാമുക്കും യാതൊരു ബന്ധമില്ലാണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഇന്ന് ഇറാനിലും ഇറാഖിലും ബൊമ്പയിലും ഞങ്ങൾ ഇന്ത്യത്തെ പല ജാതികൾ വെച്ചിട്ട് ഇതിന് പിന്നിലെ ഷിയാക്കളായിട്ട്